നമസ്കാരം. മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. CPI പൊട്ടിത്തെറിയിലേക്ക്. ജില്ലകളിൽ വിഭാഗീയത രൂക്ഷം. പാർട്ടി സെക്രട്ടറിക്കും മന്ത്രിമാർക്കുമെതിരെ വിമത നീക്കം. കേരളത്തിലെ ഭരണമുന്നണിയിൽ പെടുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് CPM-ഉം CPI-യും. ഇതിൽ CPI എന്ന പാർട്ടി വലിയ പ്രശ്നങ്ങളിൽ ഒന്നും പെടാതെ അടുക്കും ചിട്ടയുമായി പ്രവർത്തിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ സംഗതി ആകെ തകിടം മറിഞ്ഞിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന്റെ മരണശേഷം പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത അവസരത്തിലാണ് CPI-ക്കകത്ത് ഭിന്ന സ്വരങ്ങൾ ഉയരാൻ തുടങ്ങിയത്. പാർട്ടിയിലെ മുതിർന്ന നേതാവും അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിരുന്ന പ്രകാശ് ബാബുവിനെ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്ന ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്തരിച്ച കാനം രാജേന്ദ്രൻ ബിനോയ് വിശ്വത്തെ സെക്രട്ടറി ആക്കുന്നതിൽ നിർദ്ദേശം നൽകിയിരുന്നു എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് ബിനോയ് വിശ്വത്തെ സെക്രട്ടറി പദവിയിൽ നിയോഗിച്ചത്. എന്നാൽ ഈ തീരുമാനത്തിൽ കേരളത്തിലെ CPI സംസ്ഥാന നേതാക്കളിൽ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഒടുവിൽ ഒരു സമവായം എന്ന നിലയ്ക്കാണ് തൽക്കാലത്തേക്ക് ബിനോയ് വിശ്വം സെക്രട്ടറി ആകട്ടെ എന്ന തീരുമാനത്തിലെത്തിയത്. ബിനോയ് വിശ്വം സെക്രട്ടറി ആയ ശേഷം ആദ്യമായി കടന്നു വന്ന തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിൽ മത്സരിച്ച CPI-ക്ക് ഒരിടത്തും ജയിക്കാൻ കഴിഞ്ഞില്ല. തൃശൂരിൽ വിജയം ഉറപ്പിച്ചിരുന്ന CPI സ്ഥാനാർത്ഥി വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. അതുപോലെ തന്നെ പാർട്ടിയുടെ മുൻ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ പന്ന്യം രവീന്ദ്രൻ തിരുവനന്തപുരത്ത് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന സ്ഥിതിയുമുണ്ടായി. ഒരിക്കലും ഉണ്ടാകാത്ത കനത്ത പരാജയത്തിന്റെ പേരിൽ ബിനോയ് വിശ്വത്തെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി വന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്ന ആക്ഷേപമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. ഇതിനുശേഷമാണ് CPI സംസ്ഥാന നേതൃത്വത്തിൽ വിഭാഗീയതയും ചേരിപ്പോരുമൊക്കെ രൂക്ഷമായത്. CPI-യുടെ പല ജില്ലാ ഘടകങ്ങളിലും അതിശക്തമായ വിഭാഗീയത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ പാർട്ടിയുടെ വിമത വിഭാഗം പ്രത്യേക യോഗം ചേരുകയും സ്വന്തം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വിമത നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മുതിർന്ന നേതാവായ EK ഇസ്മായിലായിരുന്നു. പാലക്കാട് മാത്രമല്ല, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിലും വിഭാഗീയത അതിശക്തമായി നിലനിൽക്കുകയാണ്. CPI-യുടെ മുതിർന്ന നേതാക്കളും ഭാരവാഹികളുമായ പ്രകാശ് ബാബു, C ദിവാകരൻ തുടങ്ങിയവരും ഈ വിമത നീക്കങ്ങൾക്ക് പിന്നിൽ ശക്തി പകരുന്നതായി വാർത്തയുമുണ്ട്. CPI-യുടെ ജില്ലാ സെക്രട്ടറി യോഗങ്ങളിൽ സ്ഥിരമായി ഉയർന്നു വരുന്നത് സ്വന്തം പാർട്ടി മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളുടെ കഴിവുകേടും അതുപോലെ തന്നെ പാർട്ടിയെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതികളും സംബന്ധിച്ചാണ്. ജില്ലാ കമ്മിറ്റികളിൽ നിന്നും നൽകുന്ന ഒരു നിർദ്ദേശവും ഒരു മന്ത്രിയും പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപവും ജില്ലാ നേതാക്കൾക്കുണ്ട്. സ്വന്തം വകുപ്പിൽ പോലും സ്വന്തമായി തീരുമാനമെടുക്കാതെ CPM നേതാക്കളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഗതികെട്ട അവസ്ഥയിലാണ് സ്വന്തം മന്ത്രിമാർ എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയും ചേരിതിരിവും ശക്തമാകുന്ന അനുഭവം ഉണ്ടായതോടുകൂടി പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ജില്ലകളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഭാഗീയത ഒഴിവാക്കി പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നതെങ്കിലും എത്തിച്ചേരുന്ന ജില്ലകളിൽ യോഗങ്ങൾ കഴിഞ്ഞാൽ ജില്ലാ നേതാക്കൾ ബിനോയ് വിശ്വത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ സമാന്തര പ്രവർത്തനം നടത്തുന്നതിന് അനുവദിക്കില്ല എന്നൊക്കെ കർക്കശ ഭാഷയിൽ ബിനോയ് വിശ്വം പറയുന്നുണ്ടെങ്കിലും അതൊന്നും അനുസരിക്കാൻ ജില്ലാ നേതാക്കൾ തയ്യാറാകുന്നുമില്ല. സമാന്തര പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നും ഐക്യവും കൂട്ടായ്മയുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ശക്തി എന്നുമൊക്കെ ജില്ലാ യോഗങ്ങളിൽ ബിനോയ് വിശ്വം പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടി സെക്രട്ടറി പദവിയിൽ എത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന കൂട്ടായ്മയും ജനാധിപത്യവും കൂടിയാലോചനയും ഒക്കെ തള്ളിക്കളഞ്ഞ ആളാണ് ഈ ഉപദേശവുമായി ഇപ്പോൾ ജില്ലകളിൽ എത്തുന്നത് എന്ന ആക്ഷേപവും നേതാക്കൾ തന്നെ ഉയർത്തുന്നുമുണ്ട്. ഏതായാലും കേരളത്തിലെ CPI എന്ന പാർട്ടി ചരിത്രത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ നീങ്ങുന്നത്. മുൻ പാർട്ടി സെക്രട്ടറി അന്തരിച്ച കാനം രാജേന്ദ്രനെ അപേക്ഷിച്ച് ബൗദ്ധികമായ ശേഷിയൊക്കെ ബിനോയ് വിശ്വത്തിനുണ്ടെങ്കിലും സാധാരണ പ്രവർത്തകരുമായി അടുപ്പമുണ്ടാക്കുവാനോ ഇടപഴകുവാനോ ഒരിക്കലും തയ്യാറാവാത്ത സവർണ മനോഭാവക്കാരനാണ് ബിനോയ് വിശ്വം എന്ന ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതാണ് വിമത വിഭാഗത്തിന് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന ഘടകവും. ഈ നിലയിൽ പാർട്ടി മുന്നോട്ട് പോയാൽ സമീപഭാവിയിൽ ജില്ലാതലത്തിൽ പാർട്ടി പ്രവർത്തകർ മറ്റു പാർട്ടിയിലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന വിലയിരുത്തലും നടക്കുന്നുണ്ട്. നന്ദി.